ഇവിടെ നല്ല സാധനങ്ങളേ ഉള്ളൂ. ക്വാളിറ്റി വലിയ കോംപ്രമൈസ് ഇല്ല. അനന്തേട്ടാ ഗുഡ് മോർണിംഗ്. ഇതേ ഇത് ഏറ്റവും മൂവ്മെന്റ് ഉള്ള സാധനമാണ്. ബിനീഷേ, എന്താ അനന്തേട്ടാ? ഗൗതമി, അതെ നാട്ടിലറിയപ്പെടുന്ന കാട്ടുകോഴിയാ, സൂക്ഷിച്ചു കൊണ്ടൊക്കെ പോണേ. കോഴി ഞാൻ കഴുത്തി വെച്ച് കൊല്ലും. ചേച്ചിക്ക് കിട്ടിയോ? വന്നോട്ടെ. ബിനീഷേ ഇങ്ങ് വന്നേ. നീ ഇന്നലെ വന്ന സ്റ്റോക്ക് ചെക്ക് ചെയ്തായിരുന്നു? ഇല്ലല്ലോ. ചെല്ല് ചെല്ല്, ഉത്തരവാദിത്തം കുറഞ്ഞു വരുന്നുണ്ട്. പോ 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 പോ. ഒഴിവാക്കിയതാണ്. എന്താ എന്താ വിളിച്ചേ? ഗൗതമി, ഇവിടെ ജോലിയെല്ലാം സുഖമായിട്ട് പോകുന്നില്ലേ? കസ്റ്റമേഴ്സിനെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ? കസ്റ്റമേഴ്സിനെ കൊണ്ടൊന്നും ശല്യമില്ല. അത് മതി. അതെ ഗൗതമി, കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി സ്വാധീനിക്കാൻ പഠിക്കണം. അല്ല പേടിക്കണ്ട, അനന്തേട്ടനില്ലേ ഇവിടെ, ഞാനെല്ലാം പഠിപ്പിക്കാം. ഞാൻ സാധാരണ MBA കഴിഞ്ഞ പിള്ളേരെയാണ് ഇവിടെ ജോലിക്ക് നിർത്താറ്. പിന്നെ കരുണേട്ടൻ കുട്ടിയുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനന്തേട്ടൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പാവൻ ഞാൻ. താനിനെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കാരണം എന്താ അനന്തേട്ടനില്ലേ ഇവിടെ? കുട്ടിക്ക് അറിയോ, നന്മ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. കുഞ്ഞിലേ മുതൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് അമ്മച്ചിയോ മോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അമ്മച്ചിക്ക് എന്താ വേണ്ട? എനിക്കൊരു ഷർട്ട് വേണം, ഞാൻ എടുത്തു തരാം. കസ്റ്റമർ നിൽക്കുന്ന കാണുന്നില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് എടുത്തു കൊടുക്കും. ഗൗതമി പോയി. ആർക്ക് വേണ്ടിയാ? എന്റെ മോന് വേണ്ടിയാ. എന്തെങ്കിലും വിശേഷം? ബർത്ത്ഡേ. അപ്പൊ ട്രീറ്റ് ഉണ്ട്. തരാലോ. സൈസ് എത്രയാ? സൈസ് 42. ഓക്കെ. മോന് എന്റെ സെലക്ഷൻ. വിഘ്നേശ്വരാ കാത്തോളേ. അടിപൊളിയല്ലേ? ഞാൻ മോനൊന്ന് വിളിക്കട്ടെ, വരാന്ന് പറഞ്ഞു. വിളിച്ചു നോക്ക്.